എന്റെ പൊന്നു മിഷ്യനെ ഇന്നെങ്കിലും റേഞ്ച് കാണിച്ചേക്കണേ. 3 ദിവസമായിട്ട് റേഞ്ച് കാണിക്കാത്തോണ്ട് ഉപഭോക്താക്കൾ മുഴുവൻ വന്ന് തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുക. ഇന്നെങ്കിലും റേഞ്ച് കാണിച്ചേക്കണേ. ബയോമെട്രിക് മെഷീൻ ഓൺ ആയിരിക്കുന്നു. റേഞ്ച് കാണിച്ചല്ലോ. ഇനി ആൾക്കാർ വന്ന റേഷൻ കൊടുക്കാം. നിനക്കാണ് തരേണ്ടത്. 3 ദിവസമായിട്ട് ഞാൻ കയറി ഇറങ്ങിയാണ്. ഒരു ചെരുപ്പ് തീർന്നു, പുതിയ ചെരുപ്പാണ് വാങ്ങിച്ചിട്ട്. അതെ, മസ്റ്ററിങ് ചെയ്താലേ ഇനി റേഷൻ കാർഡിന് സാധനം കിട്ടുള്ളൂ. തേങ്ങ അരി കിട്ടണമെങ്കിൽ മറ്റേ വിരൽ അവിടെ വെക്കണം, തല ഇവിടെ വെക്കണം. അതാണെങ്കിൽ തെളിയത്തുമില്ല. പിള്ളേർ സ്കൂളിൽ വിട്ടിട്ട് എത്ര ദിവസമായി? ഇന്ന് ലാസ്റ്റ് ഡേറ്റ്, ഇന്നും കൂടെ ഇവിടെ നിന്നേ പറ്റൂ. ആണല്ലേ സാറേ, ഒന്നും ഇങ്ങോട്ട് വരാമോ? കാരണം ഇന്നും കൂടെ ഞാൻ നോക്കും. ഇന്നും കൂടെ ഇനി ഞാൻ വരൂല. എന്താ ഒന്ന് കാണാമെന്നാ? എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്നാ പോട്ട് പിന്നെ വാ. നിങ്ങളെ മോൻ കാണാനല്ല, മറ്റേ മിഷ്യന്റെ മറ്റേ കൈ അമർത്താൻ വേണ്ടി. മിഷ്യൻ കൈയമർത്തിയത് മസ്റ്റർ ചെയ്യണം. ഇവിടുന്ന് ആരൊക്കെ റേഷൻ കൊണ്ടുപോകണമെന്നുണ്ട്, അതൊക്കെ ആര് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ മസ്റ്റർ ചെയ്യണം. ആരാണ് റേഷൻ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്? അങ്ങനെ അപ്പൊ ഉപയോഗിക്കുന്നവരെല്ലാം വന്ന് മസ്റ്റർ ചെയ്യണം. മസ്റ്റർ ചെയ്യണം. പിന്നെ നമ്മൾ ആടിനെ കോഴിയെ കൊണ്ടുവരണോ? അതിന് ആടിനെയും കോഴിയും കൊണ്ടുവരണം. അല്ല, ഇവിടെ നിന്നുണ്ടാ പുഴുത്ത അരി പിന്നെ വേറെ ആര് തിന്നണം? അതാണ് കൊണ്ടുവരേണ്ടത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ സാറേ? ആവശ്യം ഉണ്ടോന്നോ? നിന്റെ മരിച്ചുപോയ അപ്പൂപ്പന്റെ പേര് 3 മാസം വന്ന് നീ അരി മേടിച്ചില്ലടാ. അതുകൊണ്ടാണ് മസ്റ്ററിങ്ങി മസ്റ്റാക്കിയത്. ഇനി അപ്പൂപ്പന്റെ പേരിൽ അരിയില്ല. അപ്പൊ അപ്പൂന്റെ പിണ്ടം വെക്കുന്നതിന് അരിക്ക് വരെ ഞാൻ ഗോതമ്പ് പുരട്ടി. അതിന് എന്നാന്ന് വെച്ചെടുത്ത് പോയി. ഇതെന്ത് കഷ്ടം നോക്കിയാ. ചേട്ടാ, മണ്ണെണ്ണ ഉണ്ടാ? എന്റെ പൊന്നു മോളെ, മണ്ണെണ്ണയുടെ ഒക്കെ കാലം കഴിഞ്ഞു പോയില്ലേ? അന്ത് മണ്ണെണ്ണ മരിച്ച? അതല്ല, മണ്ണെണ്ണയൊക്കെ വർഷത്തിൽ ഒരിക്കലേ വരുവുള്ളെന്ന്. ക്രിസ്മസ് അപ്പൂനല്ല ചോദിച്ച മണ്ണെണ്ണ എടുത്ത് കൊടങ്ങോട്ട്. പഞ്ചസാര ഉണ്ടാ? ഉണ്ട് മോനെ, 3 നേരം ഇൻസുലിൻ എടുക്കുന്ന മോക്കുണ്ടോ പഞ്ചാര? അയ്യോ, അതല്ല, കാർഡിന് പഞ്ചസാര ഉണ്ടോ? കാർഡിന് പഞ്ചസാരയും മണ്ണെണ്ണയൊന്നും ഇല്ല. ഇതെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷെ തരൂല. റേഷൻ കടക്കാരന്മാരെ സ്വഭാവം അറിഞ്ഞൂടെ? ചെന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഇല്ല. എന്നാ നോക്കണം, ഇവിടെ നിറച്ച് സ്റ്റോക്ക്. ഇയാൾ കട ചെന്നാൽ സ്റ്റോക്ക് ഇല്ല. എടാ, ഇവിടെ നിറച്ച് സ്റ്റോക്ക് ഉണ്ട്. അത് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും, പക്ഷെ കൊടുക്കാൻ സ്റ്റോക്ക് ഇല്ല. എന്നെ പറഞ്ഞ ഊടായിപ്പാന്നോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ട് ഇതിന്റെ പേരെന്നായിരുന്നു? റേഷൻ കട എന്നല്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെ പേരെന്നാ? പൊതുവിതരണ കേന്ദ്രം. പൊതുവിതരണ കേന്ദ്രം എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ആർക്കെങ്കിലും ഇച്ചിരി സാധനമൊക്കെ മറച്ചു വയ്ക്കാൻ പറ്റും. അതാണ് പൊതുവിതരണ കേന്ദ്രം. ഒന്നുമില്ല അർത്ഥം. അതർത്ഥം നമുക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇല്ല. ഞാൻ ഒരു അരി കൊണ്ടുപോയായിരുന്നു. അതിനകത്ത് എന്തേടി? കല്ലും പുഴു. പിന്നെ പുഴുക്കലരി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ അത് പുഴുവും കല്ലും വരത്തില്ലേ? കൊണ്ടുപോയി പുഴുക്കലരിയാ. എന്ത് പറഞ്ഞാലും ന്യായം കണ്ടിട്ട് മിണ്ടായിരിക്കും. ചേട്ടാ, 2 കിലോ അരിയെങ്കിലും തരുമോ? മോളെ, വെള്ളക്കാട്ടിന് 2 കിലോ അരിയെ കിട്ടുകയുള്ളൂ. മഞ്ഞക്കാടായിരുന്നെങ്കിൽ 30 കിലോ അരി തരായിരുന്നു. മഞ്ഞക്കാടിന് 30 കിലോ അരി കിട്ടും. അതെന്താ മഞ്ഞക്കാടിനൊരു സ്പെഷ്യല്? മഞ്ഞക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ ആരും ഇല്ലാത്തവര്, ആശ്രയം ഇല്ലാത്തവര്, വീട്ടില് വിധവകളായിട്ട് നിൽക്കുന്നവര്, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, ഇവർക്കൊക്കെയാണ് 30 കിലോ അരി കൊടുക്കുന്നത്. ഇവിടെ അതാണ്ട് ആ ലോജിക്ക് എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത. 4 പേര് താമസിക്കുന്നിടത്ത് 2 കിലോ അരി, 3 കിലോ അരി. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് എന്തുണ്ടേ 35 കിലോ. വിധവയാണെ കിട്ടും അരി. അല്ല, ഒരു കാര്യം പറയാം, ഞാൻ കുറച്ച് ദിവസം മാറി താമസിക്കാം. നീ ഒറ്റയ്ക്ക് താമസിച്ചോ, തിന്നാൻ സമയമാകുമ്പോ ഞാൻ മാറി താമസിച്ചാലൊന്നും അരി കിട്ടത്തില്ലടാ. വിധവയായാലേ കിട്ടുള്ളൂ. എന്നെ കൊന്നു കാണാം. കഷ്ടം നോക്കണേ. സാധാരണക്കാരന്റെ അവസ്ഥ ഒരു ഭയങ്കര തന്നെ സാറേ. അണ്ണാ, എന്റെ കാർഡിന് 10 കിലോ അരി. 10 കിലോ അരി കിട്ടത്തില്ല. ഇത് വെള്ളക്കാർഡാണ്. 2 കിലോ അരിയെ കിട്ടുള്ളൂ. അത് തന്നെയല്ല, നിങ്ങൾ മസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവ് മസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് കൂടെ ഒന്ന് മസ്റ്റർ ചെയ്താലേ നിങ്ങൾക്ക് അരി തരാൻ പറ്റുള്ളൂ. അയ്യോ, അണ്ണൻ ഇവിടെ ഇല്ലായിരുന്നു, ബംഗാളിലാ. ബംഗാളിലോ? ആ, അറിയത്തില്ലായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ട. അണ്ണൻ ഈ നാട്ടിലെ പേര് കേട്ട ഒരു കോൺട്രാക്ടർ ആയിരുന്നു. 10-30 ബംഗാളികളും പണിക്കൊണ്ടായിരുന്നു. പക്ഷെ പണിത് ബംഗാളികളെല്ലാം കോൺട്രാക്ടർമാരായി. അപ്പൊ അണ്ണന്റെ പണി പോയി. ഇപ്പൊ അണ്ണൻ ബംഗാളി പോയി പണിയെടുത്ത് ജീവിക്കുവോ? അണ്ണൻ ബംഗാളിൽ നിന്ന് മസ്റ്റർ ചെയ്താലേ അരി കിട്ടുള്ളൂ. അയ്യോ, അണ്ണൻ ഇന്നലെ രാത്രി ബംഗാളിൽ എത്തി വന്നിട്ടുണ്ട് ഇവിടെ. അണ്ണാ, അരേ പരിമളകുമാരി, 10 കിലോ ചാവൽ കിട്ടിയാ? രാവിലെ അണ്ണ എന്തോ ഇങ്ങനെ വർത്താനം പറയുന്നത്? ഞാൻ 1 വർഷം ബംഗാളിലല്ലായിരുന്ന, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബംഗാളി ഭാഷ കയറി വരും. ഇതിപ്പോ കേരളമല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. ശ്രമിച്ചു നോക്കാം. ഹലോ സേട്ടാ, 10 കിലോ സാവൽ കൊടുസേട്ടാ. നിങ്ങളുടെ വെള്ളക്കാർഡാണ്. 2 കിലോ കിട്ടുള്ളൂ, 10 കിലോ കിട്ടത്തില്ല. ചുമന്ന കാർഡാണല്ലേ 10 കിലോ കിട്ടും. സാവലെന്ന് പറയുമ്പോ ചാവലെന്ന് പറഞ്ഞ അരി. ഓ, അരി. അല്ല ചേട്ടാ, ഈ 2 കിലോ അരി കൊത്തി തിന്നാനേ നമ്മളെന്തോ തത്തമ്മേ. ചുമന്ന കാർഡാണെങ്കിൽ നിങ്ങൾക്ക് 10 കിലോ അരി കിട്ടുള്ളൂ. ചുമന്ന കാടാ ആയിരിക്കണം. ചുമന്ന കാർഡ് നിങ്ങൾ അപേക്ഷിക്കണം. അപേക്ഷിക്കണം. പരിമളകുമാരി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കാലിലോട്ട് പോയി. ചേട്ടാ, ഒരു 10 കിലോ സാവല് താ ചേട്ടാ. 10 കിലോ അരി താട്ടാ. അപേക്ഷിക്കാം ചേട്ടാ. അപേക്ഷിക്കാം ചേട്ടാ. ഈ അപേക്ഷയല്ല വേണ്ടത്. ഞങ്ങൾ ഇവിടുന്ന് ലെറ്റർ തരും. ഈ ലെറ്റർ കൊണ്ട് വില്ലേജിൽ കൊടുക്കണം. വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. എന്നിട്ട് അതുകൊണ്ട് സപ്ലൈ ഓഫീസിൽ കൊടുക്കണം. സപ്ലൈ ഓഫീസിലെ മാനേജർ തീരുമാനിച്ചാലേ നിങ്ങൾക്ക് ചുമന്ന കാർഡ് കിട്ടുള്ളൂ. ഇത് കിട്ടത്തില്ല. അപ്പൊ കുറെ പണിയുണ്ടല്ലേ അനിയ? അതെ, ഈ വെള്ളക്കാട് ചുവന്ന കാടാക്കുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അയ്യോ,
ഉണ്ട് ഉണ്ടാ നാക്കാണ്ട് മുറുക്കാൻ കടയില്ലേ അവിടുത്തെ മുറുക്കാൻ വെച്ച ആ വെള്ളക്കാടിലോട്ട് തുപ്പിയായിരുന്നു ഇവിടെ കലി വന്നിരിക്കുന്ന സമയത്താണ് വെള്ളം തീർച്ചയായിട്ടും ചോദിക്കുമ്പോ അങ്ങനെ കളി അടിക്കില്ല ഏട്ടാ. ഇവിടെ നീ ചുവപ്പല്ല പച്ചയല്ല എന്തുകൊണ്ട് വന്നാലും ഇവിടെ ഒരു സാധനം കിട്ടൂല ഇവിടെ മൊത്തം അഴിമതിയാണ് നടക്കണത് അങ്ങനൊന്നും പറയല്ലേ. ഇവിടെ ഒന്നും അങ്ങനെ അഴിമതി നടക്കാറില്ല. കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞുതരാം ആണ് സാധാരണ നമ്മളെ മണ്ണെണ്ണ വേറെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ എന്താണ് കളർ പറ വെള്ള കളർ ആണ്. ഈ റേഷൻ കടയിലെ മണ്ണെണ്ണയ്ക്ക് മാത്രം നോക്കിയാണ് നീല കളർ. അത് ശരിയാണ് ചേട്ടാ. ഈ റേഷൻ കടയിൽ തരുന്ന ഈ മണ്ണെണ്ണയ്ക്ക് എന്താണ് നീല കളർ? അത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നോണ്ടാണ് റേഷൻ കടയിലെ മണ്ണെണ്ണയ്ക്ക് നീല കളർ. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന നീല കളറാ? പിന്നെ ഭൂമിയുടെ ഗ്ലോബ് കണ്ടിട്ടില്ലേ, നീല കളറല്ലേ? അതെ, അതുകൊണ്ടാണ് നീല കളർ. സംഭവം നമുക്ക് തെറ്റിയാണ്. ഈ ഭൂമിയുടെ കളർ എന്താണ്? നീല, ഗ്ലോബ് നീലയല്ലേ, അതാണ് നീല കളർ വരുന്നത്. നമുക്ക് ഇതൊക്കെ അറിയാമോ? അതാണ് ഈ പൊന്മാമന്റെ ഭൂമിക്കടിയിൽ മുട്ടയിടുകൊണ്ടാണ് നീല. അതുകൊണ്ടല്ലേ എന്നെ നീല പൊന്മാനെ വിളിക്കണം. ഞാനടി അങ്ങോട്ട്. അയ്യോ, പെട്രോളും ഭൂമിക്ക് അടിയെന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന്റെ കളർ നീല അല്ലല്ലോ. ഡീസലിന്റെ നീല കളർ അല്ലല്ലോ. ചേട്ടാ, പെട്രോളും ഡീസലും നീല കളർ അല്ലല്ലോ. ഈ കൗണ്ടർ റേഷൻ കടയിലല്ല ചോദിക്കേണ്ടത്, പെട്രോൾ പമ്പിൽ ചെന്ന് ചോദിക്കണം. റേഷൻ കടയാണ് പെട്രോൾ പമ്പിൽ അടിക്കാൻ. എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ഉരുണ്ട് കളി ഉണ്ടല്ലോ. എന്തെങ്കിലും നാട്ടുകാരെല്ലാം കൂടെ ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കും. എങ്ങനെ ഈ നാട്ടുകാരെല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കും. നാട്ടുകാർ ഇതൊന്നും തല്ലി പൊട്ടിക്കത്തില്ല. ഇത് സത്യസന്ധമായിട്ട് നടത്തുന്ന ഒരു റേഷൻ കടയാ. മൂന്നാറ് ഭാഗങ്ങളും രാജാക്കാട് ഭാഗങ്ങളിലൊക്കെയാണ് റേഷൻ കട കള്ളത്തരം കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന റേഷൻ കടയല്ലേ, അവിടേക്ക് അഴിമതി നടക്കുന്നത്. ഇന്ന് അവര് എന്റെ റേഷൻ കട വന്ന് അരിക്കൊമ്പൻ നശിപ്പിച്ചിട്ടില്ലല്ലോ. ആ സത്യമായിട്ടാ. അരിക്കൊമ്പൻ വന്നാലും ഈ കട നശിപ്പിക്കൂല, പകരം പുള്ളിയുടെ വീട് നശിപ്പിക്കും. ആനക്കറിയാം അവിടെ പുഴുത്തി വെച്ചിരിക്കും. മൃഗങ്ങളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. കുറെ നാൾ മസ്റ്റർ ചെയ്ത് എല്ലാരും മസ്റ്റായിട്ട് മസ്റ്റർ ചെയ്യണം, എന്നാലും അരി കിട്ടുള്ളൂ. ആദ്യം ഞങ്ങളാണ് ആദ്യം സിഗ്നൽ വന്ന് നോക്കട്ടെ, റേഞ്ച് വന്ന് നോക്കട്ടെ. അയ്യോ, റേഞ്ച് ഇല്ല. ഇതുവരെ റേഞ്ച് ഉണ്ടായിരുന്നു, റേഞ്ച് പോയി. ലാസ്റ്റ് നോക്കട്ടെ. ഇതൊരു കഷ്ടമാണ്. റേഞ്ച് വന്നു. അയ്യോ, പോയി. അയ്യോ, ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. ഇന്നും തള്ളക്കുള്ളി കേൾപ്പിക്കുക. അയ്യോ, പോയി. ഇതുവരെ ഉണ്ടായിരുന്നു, റേഞ്ച് പോയല്ലോ. അയ്യോ, എന്നെയും നോക്കട്ടെ. വന്നു, റേഞ്ച് വന്നു. കൈ വെച്ച് ദൈവമേ, 3 ദിവസമായേ. വെക്ക്. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. 10ാം ക്ലാസ് ചേച്ചി എനിക്ക് ഇത്ര ഇതില്ല. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി വീട്ടിൽ വല്ല തള്ളവരുടെ ഇരിപ്പുണ്ടോ? അല്ല, എന്റെ കാലിന്റെ പെരുവരലുണ്ട്. ഇങ്ങനെ വളരെ പയ്യെ വേ, ഇങ്ങനെ വേ. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. 10 കിലോ ചാവല് കിട്ടി. വീട്ടിൽ പോയി നമുക്ക് ഡാൽഡയൊക്കെ കൂട്ടി അടിക്കാം. അല്ല, എനിക്കൊരു ഡൗട്ടേ. ഇതിപ്പോ ആര് വിരൽ വെച്ചപ്പോഴാണ് നിങ്ങളെ റേഷൻ കാർഡ് ഓപ്പൺ ആയത്? ആദ്യം എന്റെ ഭാര്യ വെച്ചപ്പോ. അപ്പൊ രണ്ടാമത് ഗ്രഹനാഥന്റെ വെക്കുമ്പോഴല്ലേ ഓപ്പൺ ആവേണ്ടത്? പക്ഷേ പുള്ളിക്കാരനെ വെച്ചപ്പോഴാണല്ലോ ഓപ്പൺ ആയത്. അത് പിന്നെ ഈ തള്ളവിരല് അണ്ണനില്ലാഞ്ഞത് കൊണ്ട് ഈ അണ്ണനൊന്ന് കൈസഹായം ചെയ്തതാ. അതെന്നാന്നറിയാവോ, സഹോദരൻ ഇവിടെ എല്ലാരും ബംഗാളിലായിരുന്നല്ലോ. അപ്പൊ ഈ സഹധർമ്മിണി വീട്ടിൽ ഇങ്ങനെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി വല്ലപ്പോഴും കൊണ്ട് എന്റെ വിരൽ വെച്ച് ഇച്ചിരി അരിയും പഞ്ചസാരയൊക്കെ കൊടുക്കുമായിരുന്നു. ഒരു വർഷം എന്റെ പിള്ളേരെ പട്ടിണി കേടാത്ത എന്റെ കൈവരല്ലേ. അപ്പൊ ഇയാളാണ് ഭർത്താക്കന്മാരാത്ത ഭാര്യമാർക്ക് മണ്ണെണ്ണ അരിയും കൊടുക്കുന്ന ചേക്കര പിള്ളേച്ച. ആദ്യം വന്നപ്പോ കേട്ടില്ല, ചാവല്. ഇതാണ് ചാവല്. അയ്യോ, എന്റെ അരിയേ. അയ്യോ, രണ്ട് കൈ അവന്റെ അരി. നമുക്കിനി ആപ്പിലും വേണ്ട ബീപ്പിലും വേണ്ട, അവന്റെ ഐപ്പിൽ ഞാൻ ഊരെടുത്തിട്ടുണ്ട്. അരി ചിയർ ഗേൾസ്.